അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇത് മൂന്നാർ യാത്രയുടെ രണ്ടാം ഭാഗമാണ്. കാന്തളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആ ആർച്ച് കാണുന്നതിന് മുമ്പായിട്ടാണ് മാങ്ങ കഴിച്ച് പറഞ്ഞില്ലേ. ഇത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടിരുന്നു. അത് കണ്ടപ്പോഴാണ് നമ്മളിവിടെ നിർത്തിയിട്ട് കുറച്ചേരം വെള്ളച്ചാട്ടം ആസ്വദിച്ച് മാങ്ങ കഴിക്കാമെന്ന് പറഞ്ഞ് നിർത്തിയത്. ഇപ്പോൾ കുറച്ച് നേരം മാങ്ങയൊക്കെ കഴിക്കാൻ അവിടെ നിന്ന് നേരെ നമ്മൾ കാന്തളൂർ ഗ്രാമപഞ്ചായത്തിനകത്തേക്ക് കിടക്കുകയാണ്. പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ മുൻപ് മൂന്നാർ വന്ന കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാർ വരെ വന്നിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാതെ പോകുന്നത് ശരിയല്ലോ. അപ്പോൾ നേരിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. അന്വേഷിച്ചറിഞ്ഞപ്പോൾ ഏതാണ്ട് അവിടെ നിന്ന് 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസിലാണ്. 700 മീറ്റർ മുതൽ 900 മീറ്റർ ആ റേഞ്ചിലാണ് അവർ പറഞ്ഞത്. ഏതാണ്ട് 1 കിലോമീറ്ററിനടുത്തുണ്ട്. അത്രയും ഡിസ്റ്റൻസ് ഇറങ്ങി കുറേ പോകാനുണ്ട്. അപ്പം നമ്മൾ എന്തായാലും വെള്ളച്ചാട്ടം കണ്ടിട്ട് ഇങ്ങോട്ട് വന്നാലേ നമുക്കൊന്ന് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കുറേ ഡിസ്റ്റൻസ് പോയി. അത് പോകുന്ന വഴി കല്ലും മുള്ളും നിറഞ്ഞതൊക്കെ ആയതുകൊണ്ടേ ആർക്കും ഒരു ഉഷാറില്ലായിരുന്നു അവിടേക്ക് എത്താൻ. ഇതിനിടയിൽ അവിടെ കാട്ടിലെ കുരുമുളക് കിട്ടി. കുരുമുളക് എന്തൊരു വലുപ്പമാണ്. അതോ ഇനിയിപ്പോൾ അവിടെയുള്ള കുരുമുളക് അങ്ങനെയാണോന്ന് അറിയില്ല. പാലക്കാട് നമ്മുടെ നാട്ടിലൊക്കെ കുറച്ചുകൂടി ചെറിയ കുരുമുളകാണ്. അതവിടെ ഇരിക്കട്ടെ. വെള്ളച്ചാട്ടം കാണാൻ പോവല്ലേ. പോണ വഴിക്കാണ് ഇതേ ഇങ്ങനൊരു കുഞ്ഞു ചാല കണ്ടത്. ഇതാണ് നമ്മളിങ്ങനെ കാണാൻ പോകുന്ന വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് തമാശ പറഞ്ഞതേ ഉള്ളൂ. പോയ ആളുകളൊക്കെ അതേ സ്പോട്ടിൽ ഇനി പറഞ്ഞ് അങ്ങോട്ടേക്ക് നടക്കാൻ വയ്യാന്നും പറഞ്ഞ് തിരിഞ്ഞു നടന്നു. എന്തായാലും അത്രയും ഡിസ്റ്റൻസിലെത്തി നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും. ഉച്ചയൊക്കെ എന്തായാലും കഴിയും. കുഞ്ഞുങ്ങളുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് നല്ല ഡിസ്റ്റൻസ് ഉണ്ട്, പിന്നെ അവിടെ പോയി ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ടൈം ആവുമെന്നൊക്കെ പറഞ്ഞപ്പോൾ റിസ്ക് എടുക്കാൻ നിന്നില്ല. തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പകുതി നടന്ന് തിരിച്ചെത്തുമ്പോൾ തന്നെ കരച്ചൊരു വഴിയായി. അവിടെ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ടൊരു ലേഡി ചെറിയ കടയൊക്കെ നടത്തുന്നത് കൊണ്ട് നമുക്കതൊരു വലിയ ആശ്വാസമായിരുന്നു. ഇപ്പോൾ പാറയിൽ കണ്ടത് ലൈക്കനാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കായിരുന്നു. മുമ്പ് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്ന ലൈക്കൺ, അതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാണ്, എനിക്കറിയില്ല. അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു നാരങ്ങ സോഡയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി കേട്ടോ. പച്ചക്കുതിരയിൽ ദിലീപ് ഫുഡേ പറയുന്ന ഒരു രംഗമല്ലേ, ആ ഒരു രൂപത്തിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശന്ന് വരിഞ്ഞ എല്ലാവരും. അപ്പോൾ ഇനി നിർത്തുന്നത് എന്തായാലും ഒരു ഹോട്ടലിലായിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ദൃശ്യഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എല്ലാവരും നോട്ടം മുഴുവൻ അടുത്ത ഹോട്ടലുണ്ടോ എന്നാണ്. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ അവസാനം ഒരു ഹോട്ടൽ കണ്ടെത്തി. അവിടെ നിന്ന് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസും കഴിച്ച് ബുക്ക് ചെയ്തിട്ടുള്ള റൂമിലേക്ക് ഞങ്ങൾ തിരിച്ചു. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.